വിശദമായി നോക്കാം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നിർണായക ചർച്ച ഇന്ന് ഡൽഹിയിൽ നടക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വൈകിട്ട് 4 മണിക്കാണ് ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് യോഗത്തിലേക്ക് വിളിപ്പിച്ചു. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, ഇവിടെ ഈ 3 പേരെയും പ്രത്യേകം ചർച്ച നടത്താനാണോ ഖാർഗെ ഒരുങ്ങുന്നത്? ഈ ചർച്ചയിൽ പ്രധാനമായി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പരിഗണിക്കുക? ആദ്യം ഇവരെ ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്യും. അതിനുശേഷം വെവ്വേറെ 3 പേരുടെയും ഒരു മനസ്സറിയുന്ന ചർച്ചയായിരിക്കും കേന്ദ്ര നേതൃത്വം നടക്കുക. അതിനുശേഷം വീണ്ടും ഇവരെ 3 പേരെയും ഒരുമിച്ച് ഇരുത്തി ചർച്ച ചെയ്യാം എന്നാണ് കരുതുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ ചർച്ചയ്ക്ക് ആധാരമായി വരിക. ഒന്ന്, ഈ MLA-മാരുടെ പിന്തുണ. നേരത്തെ നിരീക്ഷകന്മാർ കേരളത്തിലെത്തി മുഗൾവാസനിക്കും അജയ്മാക്കനും സമർപ്പിച്ച MLA-മാരുടെ റിപ്പോർട്ടായിരിക്കും ഒന്ന്. 2, ഘടകകക്ഷികളുടെ ഒരു ഫീലിങ്സ് എന്താണ്? കാര്യം ഘടകകക്ഷികൾ പറഞ്ഞത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് അത് പ്രത്യേകം ഒരു നോട്ടായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അവർ ആർക്കൊപ്പമാണ്, അവർ പറയാനുള്ള ഒരു സാഹചര്യം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും രണ്ടാമത് ചർച്ച ചെയ്യുക. ഈ രണ്ടാമത്തതാണ് കെ.സി. വേണുഗോപാലിന് കുറച്ച് അപകടം പിടിച്ച ഒരു റിപ്പോർട്ട്. കാര്യം ഒരു ഇടക്കാല ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ അതിനുള്ള സാധ്യത ഉണ്ടാക്കരുത് എന്നുള്ള ഒരു കാര്യം പല നേതാക്കന്മാരും പറഞ്ഞിരുന്നു. അക്കാര്യങ്ങളും ചർച്ച ചെയ്യും. മൂന്നാമത്തേത് പ്രവർത്തകരുടെ ഒരു വികാരം. കാര്യം താഴെത്തട്ടിൽ പ്രവർത്തകർ എങ്ങനെയാണ്, ആര് മുഖ്യമന്ത്രിയായാലാണ് ഏറ്റവും കൂടുതൽ സ്വീകരിക്കുക, ആര് മുഖ്യമന്ത്രിയായാലാണ് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് ഇതിനകം തന്നെ പഠിച്ചിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരു താമസം കൊണ്ട് തന്നെയാണ് ഇവരെ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കാൻ വൈകിയത്. കാര്യം ഇന്നലെ രാത്രി രാത്രി എത്തിയതായിരുന്നു. അതിനുശേഷം അവരിപ്പോൾ കേരള ഹൗസിലാണ് 3 പേരും താമസിക്കുന്നത്. രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഉൾപ്പെടെ വി.ഡി. സതീശനും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കേരള ഹൗസിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ വൈകിട്ട് 4 മണിക്ക് ചർച്ചയ്ക്ക് എത്തണം എന്നുള്ളൊരു കാര്യമാണ് ഇവരോട് അറിയിച്ചിരിക്കുന്നത്. ദീപാദാസ് മുൻഷിയാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവരെ നേതാക്കന്മാരെ 3 നേതാക്കന്മാരെയും വിളിച്ചിട്ട് ഈ ചർച്ചയിൽ നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. മാത്രമല്ല, ഈ ഒരാളെ മുഖ്യമന്ത്രിയാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായും ഒഴിവാക്കുന്ന ഒരു 2 നേതാക്കന്മാരുണ്ടാകും. ഇവർക്ക് ഏത് തരത്തിലുള്ള ഒരു പാക്കേജാണ് നൽകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ